നമുക്ക് ആ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് അറിയണ്ടേ? ശരത്തെ, നേരത്തെ ശരത്ത് പറഞ്ഞ ഞാൻ കേട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ശരത്തിൽ നിന്ന് ഞാനൊരു പാട്ടിലേക്ക് പോയത്. ശരത്തിന് പാട്ട് ഇഷ്ടമല്ലേ? തീർച്ചയായും പാട്ടും ഇഷ്ടമാണ്. നമ്മുടെ റിപ്പോർട്ടിങ്ങും അവതരണ രീതിയും ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ അക്കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കലോത്സവത്തിന്റെ എല്ലാ വൈബും ഇവിടെ ടിവിക്ക് മുമ്പിലിരുന്നാലും മൊബൈലിന് മുമ്പിലിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് കലോത്സവം നടക്കുന്നതെങ്കിലും ആലപ്പുഴയിലും റിപ്പോർട്ടർ ടിവിയിലൂടെ നമുക്ക് ആ വൈബ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ആ വൈബ് കിട്ടുന്നു എന്നുള്ളതാണ് ശരത്തിലൂടെ അത് നേരിട്ട് ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് കേൾക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ശരത്തെ, നമുക്ക് വാർത്തയിലേക്ക് വന്നാൽ, കുട്ടനാട്ടിൽ പാർട്ടിക്ക് നല്ല വൈബുള്ള, പാർട്ടി നല്ല രീതിയിൽ നല്ല പവർ കാണിക്കുന്ന സ്ഥലത്ത്, പാർട്ടി ഗ്രാമങ്ങളുള്ള ഇടത്ത് ഒരു ഘടകകക്ഷിക്ക് കുട്ടനാട് സീറ്റ് കൊടുക്കണോ? ഈ ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇത്തവണ അത് ഏറ്റെടുത്തേ പറ്റൂ എന്ന നിലപാടിലേക്ക് എത്തുകയാണോ പ്രാദേശിക നേതൃത്വം? തീർച്ചയായും സുജയ്, അതായത് കുട്ടനാട് സീറ്റ് നിയമസഭാ സീറ്റിൽ CPI മത്സരിക്കണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ SNDP മുഖപത്രമായ യോഗനാഥത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ വരുന്നൊരു വിഷയമല്ല. നേരത്തെ തന്നെ CPM ഈ വിഷയം ചർച്ച ചെയ്തതാണ്. CPMന്റെ തന്നെ ഏരിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പല വേദികളിൽ ഈ വിഷയം ചർച്ചയായതാണ്. അതിന് പിന്നാലെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു മുഖപത്രത്തിൽ ഈ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല തോമസ് കെ തോമസിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയും ചെയ്തത്. യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാർട്ടി ഗ്രാമമാണ്. അതായത് കണ്ണൂർ കഴിഞ്ഞാൽ CPMന് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള നാടാണ് കുട്ടനാട്. മാത്രമല്ല പാർട്ടിയുടെ അടിത്തറയായ കർഷക തൊഴിലാളികളുടെ കൂടി മണ്ണാണ് കുട്ടനാട്. ആ രീതിയിൽ കർഷക കയർ തൊഴിലാളികളുടെ മണ്ണ് കൂടിയായ കുട്ടനാട്ടിൽ എന്തായാലും പാർട്ടി മത്സരിക്കണമെന്ന ആവശ്യം പല ഘട്ടത്തിൽ പ്രാദേശികമായി ഉയർന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം കൂടി വന്ന പശ്ചാത്തലത്തിലാണ്. പ്രധാനമായും നമുക്കറിയാം, കുട്ടനാട് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകൾ ശക്തമായ ഒരു കേന്ദ്രമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് പാർട്ടി ഗൌരവത്തോടെ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ ഈ വോട്ട് കൂടി സമാഹരിക്കാൻ എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ കൂടി ആവശ്യം പാർട്ടി മുഖവിലേക്ക് എടുക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ പാർട്ടി ആലോചനകൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ CPM ഏരിയ സമ്മേളനത്തിൽ ഈ സീറ്റിൽ നേരത്തെ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള MLA തോമസ് കെ തോമസിനെതിരെ രൂക്ഷമായ വിമർശനം പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. അതായത് നമുക്കറിയാം, നേരത്തെ MLA-മാർക്ക് കോയ വാഗ്ദാനം ചെയ്ത ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്ന ആളാണ് ഈ തോമസ് കെ തോമസ് MLA. ആ രീതിയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി, പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ആളാണ് തോമസ് കെ തോമസ് തുടങ്ങിയ വിമർശനങ്ങൾ ഏരിയ സമ്മേളനത്തിൽ ഉൾപ്പെടെ MLA-ക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി സീറ്റ് എടുക്കണമെന്ന ആവശ്യം ഏരിയ സമ്മേളനത്തിലും കുട്ടനാട് ഏരിയ സമ്മേളനത്തിലും ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇപ്പോൾ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ കൂടി ഇത് വീണ്ടും ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരുപക്ഷെ പാർട്ടി സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെയായിരിക്കും അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ വരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സുജയ. ഓക്കെ, ശരത് SS ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോ